അനുമോൾ ഇപ്പോൾ 16 ലക്ഷം രൂപയുടെ PR കൊടുത്തു പറയുന്നത് എനിക്കറിയില്ല. അത് അങ്ങനെ വാർത്തകൾ വരുന്നു. അപ്പൊ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ മാന്യത ഇല്ലാത്തവരാണ്. PR കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ? ബിഗ് ബോസ് സേവനല്ല എന്നൊന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ബിഗ് ബോസ് സേവനല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് അഖിൽമാരിന്റെ ലക്ഷങ്ങളാണ് ഇന്റർവ്യൂവിന് വാങ്ങിക്കുന്നത്. ഇത്തരത്തിലുള്ള അൺപാർലമെന്ററി ആയിട്ടുള്ളൊരു PR നമ്മുടെ സമൂഹത്തിന് ഭൂഷണമാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്താണ് പഠിപ്പിക്കുന്നത്? എനിക്ക് ഫീൽ ചെയ്തപ്പോൾ നമ്മളിപ്പോൾ പത്രങ്ങളായിരുന്നു എന്ന് പറഞ്ഞു, അതിനും ആഡ് കൊടുക്കുന്നുണ്ട്, അതിന് നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് കൊടുക്കാറുണ്ട്. അതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അന്ന് മുതലേ ടെലിവിഷനിൽ ആഡ് കൊടുത്തതായിരുന്നു. ഇത്ര PR ഉപയോഗിച്ച് വരുന്നവർ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയക്ക് തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് തന്നെ ഒരുപാട് പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അതിൽ തെറ്റുണ്ട്. ചിത്ര ഡോണ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇപ്പം ബിഗ് ബോസ് ആണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ ബിഗ് ബോസ്, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ബിഗ് ബോസ്, TV തുറന്നാൽ ബിഗ് ബോസ്, വീട്ടിൽ ബിഗ് ബോസ്, അടുക്കളയിൽ ബിഗ് ബോസ്, നാട്ടിൽ ബിഗ് ബോസ്. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ എല്ലായിടത്തും ഒരു ബിഗ് ബോസ് ഫീവറാണ്. അപ്പൊ ബിഗ് ബോസിൽ നിന്നും ആൾക്കാർ പുറത്തേക്ക് വരുന്ന സാഹചര്യം. ഇന്നലെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞു. അനു അല്ലേ പേര്? അനുമോൾ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള, അറിയില്ല തീർച്ചയായിട്ടും ഞാൻ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അത്തരത്തിൽ അനുമോൾ വിജയായി. മോഹൻലാൽ കൈപിടിച്ചുയർത്തിയ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ എപ്പോഴും ഇങ്ങനെ വാളുകളിൽ വന്നറിയുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവരിനി PR കാലമാണ്. PR കാലത്തിലൂടെയാണ് ഇവരെല്ലാം നേടിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിനെതിരെയുള്ള ആശയവിനിമയങ്ങളും തർക്കങ്ങളും ഒക്കെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ്. ഇനി ഇവരുടെ പെയ്ഡ് ഇന്റർവ്യൂകളും അതേപോലെ തന്നെ ഇവരുടെ പ്രഹസനങ്ങളും ആയിരിക്കില്ലേ സോഷ്യൽ മീഡിയ മുഴുവൻ? ഈ PR കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ? PR കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. PR കൊടുക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജിയുടെ അതിപ്രസരം AI കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ PR, അതായത് നമ്മുടെ ഒരു പ്രൊപ്പഗണ്ട, നമ്മളുടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ വഴി PR കൊടുക്കുന്നതിൽ തെറ്റില്ല. അത് ഉപയോഗിക്കാൻ അറിയാത്തവർ മണ്ടന്മാരാണെന്നാണ് ഇപ്പോഴത്തെ ജെൻസി പിള്ളേർ ഉൾപ്പെടെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു തരുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇപ്പം ബിഗ് ബോസ് പോലൊരു ഷോയിലേക്ക് അകത്തേക്ക് അവര് നിശ്ചിതമായിട്ടുള്ള ഒരു എന്താണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ബൈലോ എന്ന് ചിത്രയ്ക്ക് അറിയാമോ? ഇല്ല. അപ്പോ ഇത്തരത്തിൽ ജനകീയ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു ഹ്യൂമൻ പൊളിറ്റിക്കൽ ഷോ ആണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ആ ഷോയിലേക്ക് വരുമ്പോൾ ഇവർ എന്തിനാണ് PR നൽകുന്നതെന്ന് കൃത്യമായിട്ട് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആളുകളിലേക്ക് എത്താനായിട്ട് PR ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം അനീഷ്, അല്ല എനിക്കറിയില്ല ഇപ്പൊ കൃത്യമായി ഇപ്പൊ അനുമോൾ ഇപ്പോൾ 16 ലക്ഷം രൂപയുടെ PR കൊടുത്തു പറയുന്നത് എനിക്കറിയില്ല. അത് അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. വാർത്തകൾ വരുന്നത് എല്ലാം സത്യമാണെന്ന് നമുക്ക് അല്ല അതാണ് പറഞ്ഞത്. അപ്പൊ ചിത്രക്കാരനെ പറ്റി അറിയാമോ എന്നാണ് ചോദിച്ചത്. നമുക്കും അറിയില്ല. നമ്മൾ വാർത്തകൾ കണ്ടിട്ട് ഞാൻ വിശ്വസിക്കാറില്ല. എല്ലാ കാര്യങ്ങളും എല്ലാ വാർത്തകളും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കാറില്ല. ഇത്തരത്തിൽ PR വർക്കുകൾ ബിഗ് ബോസിലൊന്നല്ല. ഇപ്പോൾ പണ്ടൊക്കെ കാലത്ത് ഡോണയുടെ ഇന്ത്യയുടെയൊക്കെ പഴയ കാലഘട്ടത്തിൽ അറിയാമെന്നു. അതായത് ഇത്തരത്തിൽ ഒരു പ്രചാരണം എന്ന് പറയുന്നത് പത്രങ്ങളിൽ അല്ലെങ്കിൽ വാർത്തകൾ വരുന്നതാണ്. ഇപ്പോൾ 10ാം ക്ലാസ് ജയിക്കുന്നു അല്ലെങ്കിൽ ഒരു അനുമോദനം ലഭിക്കുന്നു, അതൊക്കെ പത്രമാധ്യമങ്ങൾ. ഇപ്പൊ PR സത്യവും അസത്യവും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടമായില്ലേ സോഷ്യൽ മീഡിയ ഒന്നുകൂടെ? എനിക്ക് ഫീൽ ചെയ്തപ്പോൾ നമ്മളിപ്പോ പത്രങ്ങളായിരുന്നു എന്ന് പറഞ്ഞു, അതിനും ആഡ് കൊടുക്കുന്നുണ്ട്, അതിന് നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് കൊടുക്കാറുണ്ട്. അതേപോലെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അന്ന് മുതലേ ടെലിവിഷനിൽ ആഡ് കൊടുക്കരുതായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ കാലത്തിനൊത്ത് മാറുന്നുണ്ടല്ലോ. അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ എത്ര വലിയ കമ്പനീസ് ആണെങ്കിലും ഇപ്പം TV ആഡ്സിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ ആഡ്സിനാണല്ലോ. അതേപോലെ പ്രൊമോഷൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ PR കൊടുക്കുന്നതിന് എങ്ങനെയാണോ മീഡിയയിൽ നമ്മൾ ആഡ് കൊടുക്കുന്നത് അതേപോലെ ഇമ്പോർട്ടൻസ് ഈ പ്രൊമോഷനും ഉണ്ട്, PR എന്ന് പറയുന്ന കാര്യത്തിനും ഉണ്ട്. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എത്താനായിട്ട് ഹെൽപ്ഫുൾ PR കൊടുക്കുന്നതൊക്കെ കൊണ്ടിട്ട് അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല ഡോണ പറഞ്ഞതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ TV ഒരു ആഡ് കൊടുക്കണമെങ്കിൽ DABP എന്നൊരു സംവിധാനമുണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് വിഷ്വൽ പബ്ലിസിറ്റി. കേന്ദ്ര ഏജൻസികൾ അപ്രൂവ് ചെയ്യുന്ന സാധനം. അത്തരത്തിൽ ഇപ്പോൾ PR കൊടുക്കുന്നത് നെഗറ്റീവ് പോസിറ്റീവ് അല്ലെങ്കിൽ അതിനകത്തെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെ ബാധിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അതിനെ മാറ്റി നിർത്തും, അല്ലെങ്കിൽ അതിൻ്റെതായ പോളിസികളുണ്ട്. ഈ PR സത്യങ്ങളും ആഡുമായിട്ട് എത്രത്തോളം യോജിച്ചു നിൽക്കുന്നു എന്നുള്ള ചോദ്യം ഒന്നാമത് അവിടെ ഉണ്ട്. രണ്ടാമത് വരുന്നത് സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ഗേറ്റ് കീപ്പിംഗ്, ബയാസ്ഡ് അല്ലാത്ത ഇത്തരത്തിൽ പ്യുവർ കണ്ടന്റ് പോകുന്ന ഗേറ്റ് കീപ്പിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ?
അതായത് ഇപ്പൊ ആഡ് കൊടുക്കുന്ന ആഡ് ഒരു തരത്തിൽ ഒരു PR ആണ്, അല്ലെങ്കിൽ പ്രമോഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് കൊടുക്കുന്നത്. PR എന്നുള്ളതുകൊണ്ട് പല രീതിയിലുള്ള മീനിങ്സ് അതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വെക്കുകയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അതിനാണ് നമ്മൾ PR വർക്ക്. ഇപ്പോ നേരത്തെ ഡോണ സൂചിപ്പിച്ചു TV വരുന്നത് പ്രത്യേക തരത്തിലുള്ള ആഡുകളാണെന്ന് പറയുന്നത്. അപ്പോൾ ചിത്രം നോക്കൂ, PR-ന്റെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരു കണ്ടന്റ് പുഷ് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ മീഡിയക്ക് അതിൻ്റെതായ ഒരു വലിയ ക്യാൻവാസ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒഴിച്ചു നിർത്തിയാൽ എന്തും പറയാമെന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം ആയാലും അവിടെ ഒരു ഗേറ്റ് കീപ്പിംഗ് ഇല്ലാതെ ഇത്രയും കണ്ടന്റുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഈ PR എന്ന് പറയുന്നത്, ഇപ്പം ചിത്ര ഒരു ആർട്ടിസ്റ്റാണ്. ചിത്രയുടെ പോസിറ്റീവ് സൈഡ്സുകൾ മാത്രം ചെയ്യുന്ന ഒരു PR കാണാം, അല്ലെങ്കിൽ ഡോണ എന്ന വ്യക്തിയുടെ നെഗറ്റീവ് സൈഡ്സുകൾ മാത്രം ചെയ്യുന്ന ഒരു PR കാണാം. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ആംബുഷ് മാർക്കറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇതിന്റെ സർട്ടൺ മേഖലകൾ എവിടെ വരെ, ഇതിന്റെ അതായത് അതിർവരമ്പുകൾ എവിടെ വരെ എത്താമെന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ സോഷ്യൽ മീഡിയയില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗേറ്റ് കീപ്പിംഗ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് വേണ്ടതല്ലേ? ഇപ്പോ നമ്മള് യൂട്യൂബ് ചാനൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോ എന്താ പറയാ, ഒരു TV-യിൽ വരുന്ന ഒരു ന്യൂസും പക്ഷെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എക്സാജറേറ്റ് ചെയ്യും. മാത്രമല്ല അതിനകത്ത് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കില്ല ചിലപ്പോ TV-യിലൊക്കെ വരുന്നത്. അവർ മാന്യമായിട്ടുള്ള രീതിയിലൊക്കെ യൂസ് ചെയ്യും. പക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് അപ്പൊ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ മാന്യത ഇല്ലാത്തവരാണെന്നാണ്. രണ്ടും പറയാം. അതായത് അങ്ങനെ യൂസ് ചെയ്യുന്ന അങ്ങനെ നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ അവരുടെ വായി തോന്നിയത് വെച്ചിട്ട് അവര് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ കണ്ടന്റിന്റെ ക്വാളിറ്റിയിലേക്ക് വരുമ്പോഴേടാണ് ക്വാളിറ്റിയിൽ വായി തോന്നുന്നത് എന്തും പറയാമോ? നേരത്തെ ചിത്ര ചോദിച്ചു പോലെ ആ അനന്ത സാധ്യതകളെല്ലാം തന്നെ, അതായത് എക്സാജറേറ്റ് ചെയ്ത കാര്യങ്ങൾ പറയും. എക്സാജറേറ്റ് ചെയ്ത കാര്യങ്ങൾ പറയുന്നതിൽ കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള അൺപാർലമെന്ററി ആയിട്ടുള്ളൊരു PRing നമ്മുടെ സമൂഹത്തിന് ഭൂഷണമാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്താണ് പഠിപ്പിക്കുന്നത്? ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയില് PR മാത്രമല്ല, അങ്ങനെയാണ് എല്ലാ കോണ്ടന്റ്സിനും ഇങ്ങനെ ഒരു സാധനം ഇടേണ്ടി വരും. ഇപ്പൊ ഇപ്പൊ ന്യൂസ് ആണെങ്കിലും അല്ലാത്ത കോണ്ടന്റ്സ് ആണെങ്കിലും എല്ലാത്തിലും ഇതേമാതിരി ഒരു എന്താ പറയാ ഒരു ലൈന് വെക്കേണ്ടി വരും. അങ്ങനെ വെക്കുവാണെങ്കിൽ കോമൺ ആയിട്ട് വെക്കണം, അല്ലാതെ PR-ന് മാത്രം സ്പെഷ്യൽ വരുമ്പൊന്നും അല്ല. അങ്ങനല്ല, സോഷ്യൽ മീഡിയ കണ്ടന്റുകൾക്ക് ഒരു എംപാനൽമെന്റ് കൊണ്ടുവരണമെന്നാണ് ഡോണ പറയുന്നത്. അങ്ങനെയല്ല. അതായത് ഇപ്പൊ നമ്മള് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു കോമണൈസ് ചെയ്യണം എന്ന് പറയുന്നത്. അതായത് PR-ന് മാത്രമായിട്ട് ഈ ഒരു ലൈന് PR എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ഒരു കണ്ടന്റ് മാത്രമാണ് PR എന്ന് പറയുന്നത്, അല്ല ചിത്രേ? അപ്പൊ ഇത്തരം കണ്ടന്റുകളാണ് PR ആക്കി മാറ്റുന്നത്. അതിന് നമ്മൾ പലതരത്തിലുള്ള റീലുകൾ ഉപയോഗിക്കും, ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകൾ ഉപയോഗിക്കും, അതേപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ എന്റെ അടുത്തൊരു സംശയം അല്ലെങ്കിൽ വരുമ്പോൾ, ഇത്തരം PR ഉപയോഗിച്ച് വരുന്നവർ ഇനിയിപ്പോ സോഷ്യൽ മീഡിയക്ക് തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് തന്നെ ഒരുപാട് പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അതിൽ തെറ്റുണ്ടോ? അതില് എന്താണ് തെറ്റ്? കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോഴേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ബിഗ് ബോസ് പോലുള്ള ഷോയില് എല്ലാവർക്കും പോകാൻ പറ്റില്ല. നിശ്ചയിക്കപ്പെട്ട കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിനകത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവര് ഇത് ഇത്രയും ജനങ്ങൾ കാണുന്ന ഷോ ആണ്, അവരത്രയും പേര് വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് കണ്ടാൽ അവർക്ക് തീർച്ചയായിട്ടും പൈസ ചോദിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് അത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കണ്ട, ഇന്റർവ്യൂ എടുക്കണ്ട. അപ്പോഴും അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നത്, എന്ത് കണ്ടന്റ് ആണ് ഇവർ കൊടുക്കുന്നത്? നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വില നിശ്ചയിക്കുന്നത്? അല്ലെങ്കിൽ വില നമ്മളെന്ന് പറയുന്നത് നമ്മളടങ്ങുന്ന സോഷ്യൽ മീഡിയ അല്ലല്ലോ നിശ്ചയിക്കുന്നത്. വില എന്ന് പറയാൻ പാടില്ല. അതൊരിക്കലും അൺപാർലമെന്ററി ആയിട്ട് അൺപൊളിറ്റിക്കൽ ആയിട്ടുള്ള വാക്കാണ്. വില എന്നുള്ള വാക്ക് പിൻവലിക്കണം. രണ്ടാമത്തെ കാര്യം, അവരുടെ പ്രതിഫലം അല്ലെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ നിശ്ചയിക്കുന്നത് അവരുടെ കണ്ടന്റിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വരുന്ന വ്യക്തികൾക്കാണോ ഡോണ ഇത്തരത്തിലുള്ള പേയ്മെന്റുകൾ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു എന്താ പറയാ ഇപ്പൊ വിലയിൽ അങ്ങനെ പറഞ്ഞല്ലോ, ഓക്കെ, അങ്ങനെ ഒരു വാക്കില്ല. ആക്ച്വലി അങ്ങനെ ഒരാൾ എന്തിനും പിന്നെ ഇന്റർവ്യൂവിന് വിളിക്കണം? അങ്ങനെ റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവരെ വിളിക്കണ്ട. അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം വഴി കൂടെ പോകുന്ന എല്ലാരും കയറിയിട്ട് ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. വിളിക്കുന്നവർ അവരുടെ പേയ്മെന്റ് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അല്ലെങ്കിൽ പിന്നെ അവരെ വിളിക്കരുത്. അല്ല, പൊതുസമൂഹത്തിൽ നോക്കൂ, ഇപ്പൊ PR എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാര്, ഇവിടെ നമ്മൾ ഒരുപാട് രാഷ്ട്രീയക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, അവർ വാങ്ങിക്കുന്നില്ല. സിനിമാ നടന്മാർ പ്രൊമോഷന്റെ ഭാഗമായി ഒരുപാട് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അനഞ്ഞിടം കുഴിക്കുക എന്നൊരു പ്രവണത, അതായത് ഇപ്പൊ ചിത്ര പറയുന്നത് ഉള്ള കാലത്ത് ഉണ്ടാക്കാൻ കഴിയും, അത് മാക്സിമം സ്ക്യൂസ് ഇറ്റ് ആൻഡ് ത്രോ ഇറ്റ് എന്ന് പറയുന്ന ഒരു നിലപാടല്ലേ? ഇപ്പൊ നമ്മളൊക്കെ ആങ്കറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ നമ്മൾക്ക് സാലറി
സാലറി കിട്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെർ ഷൂട്ടിന് നമ്മളൊരു പേയ്മെന്റ് മേടിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ചിലപ്പോൾ നമ്മളിപ്പോ വേറൊരു എക്സ്ട്രാ ഒരു ഇവന്റോ കാര്യങ്ങളോ നടന്നാൽ നമ്മൾ മേടിച്ചെന്ന് വരില്ല പൈസ. അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒരു ഇവന്റിന് നമ്മളെ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പോയി ചെയ്തു കൊടുക്കണമെങ്കിൽ അതല്ലെങ്കിൽ എന്റെ മാമന്റെ മോന്റെ ഇവന്റ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും ആയിരിക്കണം. അല്ലാതെ ഞാൻ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാൻ റെമ്യൂണറേഷൻ മേടിക്കും. അത് തന്നെ അവര് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ അവരുടെ ആരുടെയും ഇപ്പൊ എന്റെ ഒരു പരിചയത്തിൽ എന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലോസ് ഫ്രണ്ടാണ് ബിഗ് ബോസിൽ പോയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് തോന്നിയാൽ അവര് ചിലപ്പോ ഫ്രീ ആയിട്ട് ചിലപ്പോൾ വന്നിരിക്കുമായിരിക്കും എനിക്ക് കണ്ടന്റ് തരാൻ. അത് എനിക്ക് കണ്ടന്റ് തരാൻ, ചാനലിനല്ല. അതല്ലാതെ അവര് പുറത്ത് പോയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും റെമ്യൂണറേഷൻ മേടിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അവരിപ്പോ ഒരു റെമ്യൂണറേഷൻ പറയുകയാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ സാലറി ചോദിക്കും, എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഇന്നൊരു സാലറി പാക്കേജ് പറഞ്ഞിട്ട് അവർക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സാലറി പാക്കേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അത് തന്നെ കൂട്ടിയാൽ ഇത് വലിയ പ്രശ്നമായിട്ട് എടുക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അല്ല, ഇതിപ്പോ ഡോണ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ചർച്ച വരുന്നു. അതായത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്ന ആളാണ് അഖിൽമാരന്റെ ലക്ഷങ്ങളാണ് ഇന്റർവ്യൂവിന് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ആയിരങ്ങളാണ് വാങ്ങിക്കുന്നതിനുള്ള ചർച്ച. ഇപ്പൊ അനുമോളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ സാലറി എന്ന് പറയുന്നത് ഉയർന്നതാണ്. അപ്പൊ അനീഷിനെ സംബന്ധിച്ച് അപ്പോൾ ഇവരെല്ലാം ഇത്തരത്തിലുള്ള കണ്ടന്റ്, ഇപ്പൊ അനുമോൾ എന്ന് പറയുന്നത് സീരിയൽ ആർട്ടിസ്റ്റ് ആണ്, ഇവിടുത്തെ പ്രധാന മുഖ്യധാര ചാനലുകളുടെ ഷോകളിലൊക്കെ ഉണ്ട്. മറ്റ് ഇപ്പൊ ബിഗ് ബോസിലൂടെ വരുന്നൊരു ഫെയിമിനെ പണമാക്കി മാറ്റാനുള്ള ശ്രമമല്ലേ നടക്കുന്നത്, അല്ലാതെ അവരെ നേരത്തെ ഈ ഷോ കൊണ്ടല്ലേ ഇവർ രക്ഷപ്പെട്ടത്. ഈ ബിഗ് ബോസ് സേവനല്ല എന്നൊന്ന് പറഞ്ഞു കൊടുക്കും. അതെ, ബിഗ് ബോസ് സേവനല്ലല്ലോ. നമ്മള് സീരിയലിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോയിലൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ബിഗ് ബോസ് ഉള്ളൂ. ഇല്ലാണ്ട് ബിഗ് ബോസ് പ്രത്യേകമായിട്ട് ഒരു കാറ്റഗറി അല്ല. ബിഗ് ബോസ് ഒരു ഇപ്പം ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്ന ആൾക്കാര് റെമ്യൂണറേഷൻ ചോദിക്കും. അവരെവിടെയെങ്കിലും പോയി പാടുന്നുണ്ടെങ്കിൽ അവർ റെമ്യൂണറേഷൻ ചോദിക്കും. അല്ല, ഐഡിയ സ്റ്റാർ സിംഗർ ഒരു കോമ്പറ്റീഷൻ ഷോ അല്ലേ, അതിൽ പാടുന്നതിന് പൈസ ഉണ്ട്. ചിലപ്പോ ചോദിക്കുമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് അവിടെ മേക്ക് ചെയ്യുന്ന ഒരു ഷോ ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും വേറൊരു മാധ്യമത്തിലൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു കണ്ടന്റ് ആയിക്കോളും. അതിന് അവരൊരു വില നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിന് ഞാൻ വില എന്ന് തന്നെ പറയുള്ളൂ. അത് ഒരിക്കലും വില പൊളിറ്റിക്കലാണ്. ആയിക്കോട്ടെ, വില എന്ന് പറയുന്നത് കമ്മോഡിറ്റിയാണ്. ഞാൻ ആ കണ്ടന്റിന്റെ വില എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ.